ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കടന്നു വന്ന ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാണ്. ആമേൻ. വചനം പറയുന്നത് പോലെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇടയാക്കിയ കൃപയോർത്ത് കർത്താവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ആമേൻ. നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പിതാവാം ദൈവത്തെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളെല്ലാം അടച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹൻ്റെ മേശ്വരയ്ക്ക് നല്ല പിതാവേ, അപ്പ നല്ലൊരു സമയത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു യേശു. ഹല്ലേലൂയ. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഹല്ലേലൂയ. അതിന് കർത്താവെ ഞങ്ങൾ ഘോഷിച്ച് ഉല്ലസിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ എന്ന വചനം പറയുന്നത് പോലെ കർത്താവെ ഞങ്ങൾ ഇന്ന് കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഇടയാക്കിയ കൃപയോർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾ ഇന്ന് ആരാധിക്കുമ്പോൾ അങ്ങയെ സ്തുതിക്കുമ്പോൾ യേശുപ്പ അങ്ങയുടെ സാന്നിധ്യത്താൽ ഓരോ മക്കളെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം അങ്ങ് ഞങ്ങളെ പോറ്റി വഴി നടത്തി കൃപകൾക്കായി കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു യേശുപ്പ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം അങ്ങ് വിടുവിച്ചു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി മറ്റെല്ലാ ചിന്തകളെയും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് അനേകർ കടന്നു വന്നിരിക്കുന്നത് പല പ്രയാസങ്ങളാലും പല ഭാരങ്ങളാലും വന്നിട്ടുണ്ടാകാം. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി ഇന്ന് വ്യാപരിക്കേണ്ടതിനോർത്ത് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മളെ കരുണയാൽ നമ്മുടെ കരുണയുടെ കരത്താൽ താങ്ങുന്നൊരു ദൈവം. ഓ ഹല്ലേലൂയ. ദുഃഖത്തിൻ്റെ വേളയിൽ കൈവിടാത്തൊരു ദൈവം. ഓ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ പാടുമ്പോൾ ആരാധിക്കുമ്പോൾ തിരുസാന്നിധ്യത്താൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. എന്നെ മുറ്റുമായ അങ്ങ് സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എത്ര പേര് പറയും എന്നെ മുറ്റുമായ സമർപ്പിക്കണോ ഹല്ലേലൂയ. അങ്ങ് പണിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഴത്തിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മറ്റെല്ലാ ചിന്തകളെയും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ആരാധന.
ചേർന്ന് പാടാമോ? സ്തുതിക്കുന്ന കർത്താവേ, എത്ര പേര് പറയും എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കർത്താവേ, കർത്താവെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു അപ്പാ. ഹല്ലേലൂയ കർത്താവേ, ഓ ഹല്ലേലൂയ. കർത്താവ് മറ്റൊന്നുമല്ല നോക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മനോഭാവത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ആ ക്രിസ്തു എന്ന പാറയിലാണോ നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഓ ഹല്ലേലൂയ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഓ ഹല്ലേലൂയ, അന്ത്യത്തോളം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ആ യേശു എന്ന ആ ഒരു ശരണമാക്കുന്ന പാറ, ഓ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സങ്കീർത്തനങ്ങൾ 18-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവേ, എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. എത്ര പേര് ആ വചനം ഏറ്റെടുത്തുകൊണ്ട് പറയും ഓ ഹല്ലേലൂയ, എൻ്റെ ശരണമാക്കുന്ന ഒരു പാറ, ഓ ഹല്ലേലൂയ, എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എല്ലാ മഹിമയും എല്ലാ ബലവും, ഓ ഹല്ലേലൂയ, നിറഞ്ഞൊരു ദൈവം. ഓ ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് കർത്താവിനെ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്ക്.
എന്നും തുണയായോനും സ്തുതിക്ക് യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും എല്ലാ സ്തുതികൾക്കും യോഗ്യനായവൻ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവിന് മാത്രം ആരാധന. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടും. ചേർന്ന് പാടാമോ? എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടും. എന്തുകൊണ്ടെന്നാൽ ദാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ദാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. പാടാമോ? ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവേ ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ പാറയാകും, എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീ. എന്റെ പാറയായവൻ, പാറയാകും യേശുനാഥാ, എന്നെ കാക്കുന്നൊരു ദൈവം, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്ക്. ചേർന്ന് പാടാമോ? ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടും. അസ്തുതിക്ക് യോഗ്യനായവൻ. ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ഓ കരങ്ങളെ ഉയർത്തി. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, യേശുവേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. എന്റെ ബലമായ കർത്തനൻ ശരണമനാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമനാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ പുറത്തുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. എന്റെ പുറത്തുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ. സന്തോഷത്തോടെ എന്ന് പാടാമോ? ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമനാകയാൽ പാടിടും ഞാനും. എന്റെ ബലമായ കർത്തൻ ശരണ
പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. ഹല്ലേലൂയ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റതല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തൊരു ദൈവം. കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടർത്തുന്ന കരുതേടും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടർത്തുന്ന കരുതേടും യാഹവൻ താൻ. ഒരിടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യം. ആ സ്നേഹത്തെ ഓർത്ത് കരുതുന്ന സ്നേഹമെന്താശ്ചര്യം. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. ഈ മരുയാത്രയിൽ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവനൂതികദേശൻ താൻ ആശ്വാസദായകൻ. ൂതികദേശൻ താൻ എന്നോട് ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനൻ ശരണമനാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ചേർന്ന് പാടാമോ? ബലമായ കർത്തനൻ ശരണമനാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള പാറ വീണമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാൻ അവന്. ഏറ്റവും ഉറപ്പുള്ള വീണമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാൻ. സന്തോഷത്തോടെ പാടാമോ? ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. ഹല്ലേലൂയ ഗീതം ആ കർത്താവിനെ സ്തുതിക്കാമോ?
ഈശോപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്ര, ഈ മറുയാത്രയിൽ എൻ്റെ അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഓ ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു അപ്പ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ശരണമാക്കുന്ന ആ പാറ ഞങ്ങളുടെ കൂടെയുള്ളതിനോർത്ത് ഓ അപ്പാ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോപ്പ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പാടിയതുപോലെ ഉള്ളം കലങ്ങുന്ന നേരത്ത് കർത്താവിൻ്റെ കൈകളിൽ ഞങ്ങളെ താങ്ങുന്നതിനെ ഓർത്ത് അപ്പാ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോപ്പ. ഹല്ലേലൂയ. ആ കർത്താവിനെ പറ്റിച്ചേർന്ന് നമ്മൾ ജീവിക്കുവാൻ അപ്പാ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവെ അപ്പാ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു ഈശോപ്പ. നേരത്തെ പറഞ്ഞതുപോലെ അപ്പാ അനേകരുടെ പല പ്രയാസങ്ങളാലും ഭാരത്താലും കടന്നു വന്നിട്ടുണ്ടാകാം. എന്നാലും ആ കരുണയിൽ കരത്താൽ ഞങ്ങളെ താങ്ങുന്നൊരു ദൈവം, പുതുവഴി ഒരുക്കി ഞങ്ങളെ കരുതുന്നൊരു ദൈവം. ഓ ഹല്ലേലൂയ. ദുഃഖത്തിൻ വേളയിൽ ഞങ്ങളെ കൈവിടാത്തൊരു ദൈവം, വീഴാതെ ഞങ്ങളെ താങ്ങുന്നൊരു ദൈവം. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ ആരാധിക്കുന്നു അപ്പ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? ആ യേശുവിൻ നാമത്തിൽ ആരാധന. ഓ രാജാതി രാജാവിൻ ആരാധന. ഓ ഹല്ലേലൂയ. എല്ലാ പ്രശംസയ്ക്കും യോഗ്യനായവൻ. ഹല്ലേലൂയ. നമുക്കൊരിക്കൽ കൂടി കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാമോ? ഹല്ലേലൂയ. അങ്ങേക്ക് തുല്യനായപ്പാ ആരുമില്ലപ്പാ, നീ അല്ലാതെ വേറെ ദൈവമില്ല. ഹല്ലേലൂയ. നിൻ മുൻപിൽ മാത്രം ഞങ്ങൾ വണങ്ങിടുന്നേ. ഹല്ലേലൂയ. എത്ര പേര് പറയും? കാരണം അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം യേശുവിൻ നാമത്തിൽ ആരാധന. ഹല്ലേലൂയ. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ. യേശുവിൻ നാമത്തിൽ എല്ലാ മഹത്വത്തിനും യോഗ്യനായവൻ. ഞങ്ങൾ പാടുന്നു അപ്പാ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിൽ
ചേർന്ന് പാടാമോ? അങ്ങേക്ക് തുല്യനായി, അങ്ങേക്കു തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. അങ്ങേക്ക് തുല്യനായി, അങ്ങേക്കു തുല്യനായി ആരുമില്ല. അപ്പാ, നീയല്ലാതെ വേറെ ദൈവമില്ല. അങ്ങേൽ മുൻപിൽ മാത്രം, മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. ഓ രാജാതിരാജനെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ പ്രശംസയ്ക്കും യോഗ്യനായ ദൈവത്തെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ നന്ദി പറയുന്നു യേശു അപ്പാ. ഹല്ലേലൂയ. അങ്ങേക്ക് തുല്യനായ അപ്പാ വേറെ ഒരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു യേശുപ്പ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യത്തലപ്പ അങ്ങ് നിറച്ചതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു യേശുപ്പ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന യേശുവെ. ഹല്ലേലൂയ. അപ്പ അനുദിനം അപ്പ അങ്ങിൽ പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ അപ്പ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ. അപ്പ അങ്ങയുടെ ശക്തിയാൽ അപ്പ ഞങ്ങളെ പൊതിയണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവെ, അതിലെല്ലാം ഉപരി അപ്പ അങ്ങയുടെ സ്നേഹത്താൽ അപ്പ ഞങ്ങളെ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. ഹല്ലേലൂയ. അപ്പ സ്തോത്രം ചെയ്യുന്നു അപ്പ, സ്തുതിക്കുന്നു കർത്താവെ. അപ്പ നന്ദി പറയുന്നു അപ്പ. ഹല്ലേലൂയ. കടന്നു വന്ന ഓരോ മക്കളെ അപ്പ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ അവരുടെ എല്ലാം ആവശ്യങ്ങളെ അപ്പ അങ്ങ് അറിയുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു യേശുപ്പ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു അപ്പ, സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നുള്ള ഓരോ ശിശുക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഉടനീളം അപ്പ അങ്ങയുടെ സാന്നിധ്യത്താൽ അപ്പ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് കർത്തൃ ശുശ്രൂഷയിലേക്ക് കിടക്കാം. എബ്രായർ 10 മുതലുള്ള വാക്യങ്ങൾ. നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചു കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവൻ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയുമില്ല എന്ന് അരുളി ചെയ്തു.
എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്തിനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനവല്ലോ. ഇത് ചിലർ ചെയ്യുന്നത് പോലെ ഇത് സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും ഇത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ആമേൻ. ഇവിടെ പറയുന്നു, 15-ാം വാക്യത്തിൽ പറയുന്നു, അതെ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ആമേൻ. നമുക്ക് 20-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. 25-ാം വാക്യം പറയുന്നു, നമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ആമേൻ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആമേൻ. കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചറിയി, ഇത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാകുന്നു, ഇത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. കർത്താവിന്റെ ദാസന്മാർ വന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് നമ്മളുടെ അധ്വാന ഫലത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയമാണ്. അതിലേക്ക് കിടക്കും മുമ്പ് ഞാനൊരു വചനഭാഗം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വചനഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 ശമൂവേൽ 24:24 അതിൽ പ്രകാരം പറയുകയാണ്, എനിക്ക് ഒന്നും ചിലവില്ലാതെ, ദാവീദ് പറയുകയാണ്, എനിക്ക് ഒന്നും ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. എനിക്ക് ഒന്നും ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. നമുക്കിതിൻ്റെ പലർക്കും അറിയാമായിരിക്കും, എന്നാൽ ഞാനിത് പറയുകയാണ്. നമ്മുടെ ദാവീദ് രാജാവായിരുന്നപ്പോൾ അവരുടെ അളവ് എത്ര ജനസംഖ്യ ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടി ദാവീദ് ഒരു കണക്കെടുത്തു. പക്ഷെ അത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദാവീദ് അതിൻ്റെ അകത്ത് പറയുകയാണ്, അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ജനത്തെ എണ്ണി ഇസ്രായേലിനെ അവിടെ ദൈവത്തെ അവർ എണ്ണിയപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടമായില്ല. എന്നാൽ അത് ദാവീദ് അറിഞ്ഞു.
അപ്പോൾ ദാവീദ് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ യഹോവയുടെ സന്നിധിയിലേക്ക് ദാവീദ് പോയി. എന്നിട്ട് ദാവീദ് യഹോവയോട് പറയുകയാണ്, യഹോവയോട് ദാവീദിന് മനസ്സിലായി ഭോഷൻ ചെയ്തു പോയി എന്ന് പറഞ്ഞു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിൻ്റെ സന്ദർശകനായ ഗാദ് പ്രവാചകൻ യഹോവയുടെ അരുളപ്പാട് എന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, അതിൽ ഒന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിപ്രകാരം യഹോവ അരുൾ ചെയ്യുന്നു. ദാവീദിനോട് യഹോവ പറഞ്ഞു, നീ ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ട്, അത് നീ തന്നെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അതിൽ 3 ഇതാണ്. ഒന്ന്, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണമെന്ന് ചോദിച്ചു. അവിടെ ദാവീദ് പറയുകയാണ്, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവൻ്റെ കരുണ വലുതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യഹോവ വെച്ച ദൂതൻ അവിടെ അതിൻ്റെ അകത്ത് പറയുന്ന ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദൈവദൂതൻ യെരുശലേമിനെ എത്തിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ജനത്തിൻ്റെ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നമ്മുടെ ഇപ്പോൾ വന്ന ഗാദ് പ്രവാചകൻ തന്നെ ദാവീദിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ദൈവത്തിനൊരു യാഗം കൊടുക്കണം, നീ ചെന്ന് യെബൂസിനായ അരവ്നായുടെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് അരവ്ന തന്നെ ദാവീദിൻ്റെ അടുത്ത് വരികയാണ്, നിനക്ക് ആവശ്യമായ ഹോമയാഗം അർപ്പിക്കാൻ ആവശ്യമായ കാളയെയും വിറകും മെതിവണ്ടിയും കാളക്കോപ്പുകളും ഇതാ രാജാവേ എന്ന് അരവിന രാജാവിനോട് പറഞ്ഞു. ദാവീദിനോട് പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. അതിൻ്റെ സന്ദർഭത്തിൽ പറയുകയാണ്, അരവിന വന്ന് ദാവീദിനോട് പറയുകയാണ്, ആ യഹോവയ്ക്ക് യാഗം കഴിപ്പിക്കാനുള്ളത് എല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ അവിടെ ദാവീദ് തിരിച്ചു പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യം വായിച്ചത്. 24:24 രാജാവ് അരവിനായോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലയ്ക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് അവിടെ ദൈവത്തിൻ്റെ യാഗം കഴിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ യഥാർത്ഥ വില എന്താണെന്ന് പലപ്പോഴും എനിക്ക് വേണമെങ്കിൽ ആ ദാവീദിനെ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വരുന്നത്. ദാവീദിനറിയാം, ആ സ്വന്തം ജനസംഖ്യയിൽ 70,000 പേര് മരിച്ചു. ആ ദൈവം ചോദിക്കുകയാണ്, പ്രതികാരം ചോദിച്ചപ്പോഴെല്ലാം ദാവീദിന് ആ അരവിന തന്നപ്പോൾ അത് മേടിച്ചത് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ദാവീദിനറിയാം ഒരു പ്രായശ്ചിത്തം, ദൈവത്തിന് മുമ്പിൽ ഒരു പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ദാവീദ് അവിടെ കൊടുത്തത്, ദാവീദ് അവിടെ ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ എനിക്കതിൽ മനസ്സിലായി യഥാർത്ഥ വില, ശരിക്കും ആ തെറ്റ് ചെയ്തതിൻ്റെ ഒരു യഥാർത്ഥ വില അവിടെ തിരിച്ചു കൊടുക്കുകയാണ്. ആ വിലക്ക് മേടിച്ച് അവിടെ നൽകുകയാണ്. ഒരു സമർപ്പണ മനോഭാവത്തിൽ, അല്ലെങ്കിൽ ആ സത്യസന്ധതയോട് കൂടെ അവിടെ യാഗം കഴിക്കുകയാണ് ദാവീദ് അവിടെ ചെയ്തത്. അപ്പോൾ നമ്മളും യാഗം അർപ്പിപ്പാൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഇതേ മനോഭാവത്തോടെ ആയിരിക്കണം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ മാസം ഈ ഓഫറിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയുടെ ഒരു 10% ദൈവത്തിന് കൊടുക്കുക എന്നുള്ളൊരു ലോ, അല്ലെങ്കിൽ അതൊരു നമ്മൾ ആ ചിന്ത അതായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ദൈവത്തിന് എപ്രകാരം സമർപ്പണം, ഇപ്പോൾ ഇവർ ചെയ്ത പോലെ, ഞാനൊരു ഉദാഹരണം കൂടി പറയാം, ദാവീദ് ചെയ്ത പോലെ ആ സമർപ്പണ മനോഭാവത്തോടു കൂടെയോ അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടെ യഥാർത്ഥ വില ദൈവത്തിന് തക്കതാണോ എന്ന് നമ്മുടെ ഹൃദയം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ഹൃദയത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ സാലറി ഇത്ര 10% ദൈവത്തിന് മതി എന്നുള്ളൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, വിധവയുടെ 2 നാണയങ്ങൾ, വിധവ 2 നാണയങ്ങൾ ഇട്ടത്, അതിലും ഇതേ ഞാനത് കണക്ട് ചെയ്തപ്പോൾ യഥാർത്ഥ വില, ശരിക്കും ആ വിധവക്ക് കഴിയാനുള്ള കാശ് പോലും കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ ആ വിധവ അവിടെ കൊടുത്തപ്പോൾ ഉപജീവനത്തിന് മുഴുവനും ഉള്ളത് ഇട്ടു എന്ന് അവിടെ ആ വചനത്തിൽ പറയുന്നു. ചില്ലിക്കാശ്, 2 ചില്ലിക്കാശ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും പറയുന്നു ആ റിയൽ കോസ്റ്റ്, ആ യഥാർത്ഥ ജീവിതത്തിൻ്റെ വിലയാണ് ശരിക്കും ആ വിധവ അവിടെ ഇട്ടത്. ശരിക്കും അവർക്ക്, നമുക്ക് സാലറി കിട്ടിയ 10% കൊടുത്താൽ ബാക്കി നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമെന്ന്. അപ്പോൾ യഥാർത്ഥ വില അവിടെ രണ്ടുപേരും, ദാവീദ് കൊടുത്തതും നമ്മൾ വിധവയുടെ ആ 2 ചില്ലിക്കാശിൻ്റെ കാശിലുമാണെന്ന് നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും യഥാർത്ഥ ദൈവത്തിന് യാഗം കഴിച്ചപ്പോൾ യഥാർത്ഥ വില അവിടെ കൊടുത്തു. രണ്ടാമത്തത് ആ സമർപ്പണ മനോഭാവത്തോടു കൂടെ ദൈവം നോക്കിക്കോളും, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടതാവുന്നുവെന്ന്. എൻ്റെ ദാവീദ് യഹോവയ്ക്ക് അവിടെ യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവരെ പോലെ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ദാവീദിനെ പോലെയും ആ വിധവയുടെ 2 വെള്ളിക്കാശിലെ പോലെയും നമ്മൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങളെ കൊടുക്കുമ്പോൾ, നമ്മുടെ കരത്തിലുള്ളത് കൊടുക്കുമ്പോൾ, നമ്മുടെ അധ്വാന ഫലത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മനോഭാവത്തോടെ കൂടെയാണോ? എത്രത്തോളം ആ യാഗം കഴിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കൊടുക്കും. നമ്മളിപ്പോൾ ആരാധിച്ചത്, നമ്മളിപ്പോൾ കൊടുക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധനയാണ്. നമ്മളിപ്പോൾ ആരാധനയായി ദൈവത്തിന് ആ യാഗം കഴിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? ഇവരുടെ പോലെ തന്നെയാണോ?
നമ്മൾ കൊടുക്കുന്നതിൽ യഥാർത്ഥ വില അല്ലെങ്കിൽ ആ സമർപ്പണ മനോഭാവം നമ്മുടെ ഉണ്ടോ? ഹല്ലേലൂയ. ആ സിൻസിയറിറ്റി നമ്മുടെ മുമ്പിലുണ്ടോ എന്നറിഞ്ഞ് നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഓഫറിംഗ് ഇടുമ്പോൾ ഇന്ന് മിഷൻ സൺഡേയും കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ നമ്മളോട് ആഹ്വാനം ചെയ്തായിരുന്നു. മിഷൻ സൺഡേയുടെയും കൂടി ഓഫറിംഗ് ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കരങ്ങളിലെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവ് ഞങ്ങൾക്ക് തന്ന അധ്വാന ഫലത്തിൽ നിന്ന് നല്ലൊരു അംശം കർത്താവെ ഞങ്ങൾ തരുന്നു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് പണം കർത്താവിന് കൊടുക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ സമയം, കർത്താവിന് വേണ്ടിയുള്ള സമയം, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന സമയം, ക്രിസ്തു യേശുവിൻ്റെ വേലക്കായി ഞാൻ കൊടുക്കുന്ന സമയം, മറ്റു പ്രവൃത്തികൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ കാലിൻ്റെ പ്രവൃത്തികൾ, മറ്റുള്ളവർക്ക് എന്ത് ചെയ്താലും അത് ക്രിസ്തുവിനെന്ന പോലെ ചെയ്യുവാൻ, ആ സ്നേഹത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങ് തന്ന വില എത്രത്തോളമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണ് ഞങ്ങളിവിടെ ഓരോരുത്തരും ഇരിക്കുന്നതെന്ന് അറിയുന്നു. ആ കർത്താവിന് തിരിച്ചു നൽകുമ്പോഴും അതേ വിലയിൽ കർത്താവെ ഞങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കരങ്ങളെ തോർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. പിതാവേ, യോഗ്യൻ അങ്ങാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവെ യോഗ്യനാക്കി തീർത്ത ഞങ്ങളെ അങ്ങ് വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു. ഞങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഞങ്ങളെ ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഞങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവിൽ പവിത്രമാക്കി തീർത്തു. കർത്താവ് ഞങ്ങൾ ചെയ്ത വലിയ ആ കൃപ ഞങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അല്പനേരം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വചനം വായിക്കുമ്പോൾ ആ വചനം ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ച് ഞങ്ങളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. അപ്പോൾ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ വചനത്തിൽ കിടക്കാം. കാര്യം ഇന്ന് പുതുതായിട്ട് ഇവിടെ ആരെയും കണ്ടില്ല. അതൊരു ബാഡ് മാർക്കാണത്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ഹൗസ് ചർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പുതിയ ആൾക്കാരെ ചേർക്കുവാനാണ്. അപ്പോൾ നമ്മൾ വെറുതെ കൂടിയിട്ട് കാര്യമില്ല, അർത്ഥമില്ല. നമ്മൾ കൂടുകയാണെങ്കിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പർപ്പസ് നമ്മൾ പുതിയ ആൾക്കാരെ ചേർക്കുവാനാണ്. അപ്പോൾ നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തുവാൻ സമയമായെന്നർത്ഥം. കാരണം നമ്മൾ കർത്താവാണ് ഓരോരുത്തർ തൊടുന്നത്, നമുക്ക് ആരെയും തൊടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കർത്താവിലേക്ക് ചേർക്കുവാൻ വേണ്ടി നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക, പുതിയ ആൾക്കാരെ നമ്മൾ വിളിക്കുക. ആൻഡ് ഗോഡ് വിൽ ബ്ലെസ് യു. ആമേൻ. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ ഹൗസ് ചർച്ചുകൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ഹൗസ് ചർച്ചുകളിലൂടെ അനേകം പേർക്ക് സത്യസുവിശേഷം എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം അനേകം പേരെ ആകർഷിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാണ്. കർത്താവിൻ്റെ കൃഷിയായിട്ട് കർത്താവ് ഞങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ കർത്താവ് ഓർഗാനിക്കായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അത് വളർന്ന് അനേകം പേർ ക്രിസ്തുവിനെ അറിഞ്ഞ്, അനേകം പേർ ശിഷ്യപ്പെട്ട്, അനേകം പേർ ക്രിസ്തുവിന് ആദായപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഓരോ വ്യക്തികളും കർത്താവിന് വേണ്ടി ഫലപ്രദമാകുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എഫീസിയർ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എഫീസിയർ 3-ാം വാക്യം മുതൽ ഞാൻ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ മോനെ? എഫീസിയർ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ അവിടെ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്
അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാവരും പറഞ്ഞേ, കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ എന്ത് പറയുന്നത്? നമ്മളെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തത് കുറ്റമില്ലാത്തവരായി നമ്മെ കാണുവാനാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൽ ജനിച്ചാൽ അവൻ നരകത്തിന് വേണ്ടി യോഗ്യനാണ്. ആ നരകത്തിന് വേണ്ടി യോഗ്യരായിരുന്ന നമ്മെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ കൃപയാൽ, നമ്മൾ ആരും ഒന്നും ചെയ്തതല്ല, നമ്മെ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട്, എൻ്റെ പ്രത്യേകത കൊണ്ടല്ല, എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ ആ ഉദ്ദേശത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ ആ മുൻ നിർണയപ്രകാരം എന്നെ ദത്തെടുത്തു, എന്നെ കുടുംബത്തിൽ ചേർത്തു. ക്രിസ്തുവേശുവിൽ എന്നെ എന്ത് ചെയ്തു? ഹി അഡോപ്റ്റഡ് മീ ആസ് എ സൺ. അപ്പം 3 കാര്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ വായിച്ചു. അടുത്ത എന്താ പിന്നെ പറയുന്നത്? നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, വിശുദ്ധ നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. നമ്മളുടെ മിടുക്ക് കണ്ടിട്ടല്ല, നമ്മുടെ കുടുംബസ്വത്ത് കണ്ടിട്ടല്ല, നമ്മളുടെ പേരും മഹിമയും കണ്ടിട്ടൊന്നുമല്ല. കർത്താവിൻ്റെ ആ പദ്ധതി അനുസരിച്ച് ഏത് ചെറിയവനോ വലിയവനോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും പ്രവേശിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് കൂടാതെ അതിൻ്റെ അടുത്ത വാക്യം വായിക്കാം നമുക്ക്. ഇതൊക്കെ നമ്മൾ ഇതാണ് കർത്താവിന് ആരാ പറഞ്ഞാൽ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്നും പ്രാർത്ഥന വായിന്ന് വരുന്നില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. എന്താ കാര്യം? നമ്മളിതൊക്കെ വായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം നിങ്ങൾക്ക് കർത്താവിന് നന്ദി പറയാൻ കിട്ടില്ലെങ്കിൽ ഇതെടുക്കുക. എഫീസർ 1-ാം അധ്യായം എടുത്തിട്ടാണ് വായിക്കുക. ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയുക. കർത്താവെ, അങ്ങ് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തു. കണ്ട, കർത്താവ് അതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ കൃപയാൽ ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചു. നന്ദി പറയാൻ പറ്റില്ലേ? ഹല്ലേലൂയ. ഇത് കൂടാതെ എന്താ? കർത്താവ് ആരംഭത്തിന് മുമ്പ് ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം, മുൻ നിർണയപ്രകാരം ദൈവം എന്നെ ദത്തെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് 3 പോയിന്റ് ഇപ്പം തന്നെ നമുക്ക് നന്ദി പറയാനുണ്ട്. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? 5-ാമത്തെ പോയിന്റ്, അടുത്ത വാചനം എടുത്തേ. ദത്തെടുത്ത് എടുക്കേണ്ടതിന് അടുത്തത്, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. നമ്മൾ പറഞ്ഞ കാര്യം. അടുത്തത്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ, കണ്ട അടുത്തത് നമുക്ക് പോയിന്റ്, നമുക്ക് നന്ദി പറയാനുള്ള പോയിന്റ്, അവൻ്റെ രക്തത്താൽ എന്ത് ചെയ്തു? അതിക്രമങ്ങളുടെ പാപമോചനം. ഇന്ന് വീണ്ടെടുപ്പുണ്ട്. അല്ലേ? എല്ലാവരും പറഞ്ഞേ, നമുക്ക് അവനിൽ രക്തത്താലുള്ള പാപമോചനത്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. വീണ്ടെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു, എൻ്റെ സ്വന്തമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുന്നതിനാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തു നാം നഷ്ടപ്പെട്ടു പോയപ്പോൾ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, അവൻ്റെ സ്വന്തം രക്തത്തിൻ്റെ വില കൊടുത്ത് എന്നെയും നിങ്ങളെയും പിശാചിൽ നിന്ന് പിടിച്ചു വാങ്ങി. കണ്ട, നന്ദി പറയാനുള്ള വേറൊരു വസ്തുതയല്ലേ? പിന്നെന്താ പറയുന്നത്? അടുത്തത്, അടുത്ത വാക്യം. നൽകിയിരിക്കുന്നു. അടുത്തത്, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പാപമോചനം കിട്ടി, നമ്മളെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. പിന്നെ പറയുന്നത്, അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്? അവൻ്റെ തിരുഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. എന്താ തിരുഹിതത്തിൻ്റെ മർമ്മം? എന്താ? സ്വർഗത്തിലും ഭൂമിയിലും സകലറ്റിനെയും
ക്രിസ്തുവേശുവിൽ ഒന്നാക്കുക എന്നുള്ള ആ വസ്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ഞാനും നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും മാറ്റിക്കൊണ്ട് നാം ക്രിസ്തുവേശുവിൽ ഒന്നാകുന്നു. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവേശുവിൽ നാം ഒന്നാകുന്നു. ഇന്ന് കർത്തൃമേശ എടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ക്രിസ്തുവേശുവിൽ ഒന്നാകുന്നു. നമ്മളെല്ലാം നമ്മുടെ വ്യത്യാസങ്ങളെല്ലാം മാറ്റി, നമ്മുടെ വലിപ്പവും ചെറുപ്പവും ഒന്നും വ്യത്യാസമില്ല, ഉയർച്ചയും താഴ്ചയും ഒന്നുമില്ല, നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ എന്നുള്ള ആ നിലയിൽ ദൈവം നമ്മളെ ആക്കി തീർത്തു. ആമേൻ. പിന്നെന്താണ് പറയുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അവനിൽ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദം തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മരണം നമ്മൾ അറിയിച്ചു. അടുത്ത വാക്യം. പിന്നെ മർമ്മം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ള, ഞാൻ പറഞ്ഞത് തന്നെ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. അപ്പം ക്രിസ്തുവേശുവിൻ്റെ ആ നമ്മളിലുള്ള ഉദ്ദേശം ഇതാണ്. നമ്മളെല്ലാം ശുദ്ധീകരിച്ചത് എന്തിനാണെന്നറിയാമോ? സ്വർഗവും ഭൂമിയും രണ്ടും വേറെ വേറെ ആയിപ്പോയി. സ്വർഗം വിശുദ്ധ സ്ഥലവും ഭൂമി അശുദ്ധ സ്ഥലവുമായി പോയി. അവിടെ രണ്ടായി പോയപ്പോൾ ദൈവത്തിന് അത് പറ്റില്ല. ദൈവം ഭൂമി ഉണ്ടാക്കിയത് മാറ്റിക്കളയുവാനല്ല. ദൈവം ഭൂമി ഉണ്ടാക്കിയത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ നിറയ്ക്കുവാനാണ്. എന്നാൽ അതിന് ഭംഗം വന്നപ്പോൾ എന്ത് ചെയ്ത്? സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ പാപത്തിൻ്റെ പരിഹാരമായി അവനെ തന്നെ സ്വയയാഗമായി സമർപ്പിച്ചപ്പോൾ ആ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അന്തരം മാറി അവിടെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ, ക്രിസ്തുവേശുവിൽ ഏകീഭവിച്ച് ക്രിസ്തുവേശുവിൽ ഒരുമിപ്പിക്കുവാനുള്ള പദ്ധതി അവിടെ വിജയിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നുണ്ട്. എന്താണ് അടുത്ത വാക്യം പറഞ്ഞേ? 11-ാം വാക്യം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അടുത്ത ആൾ പറ, അവനിൽ നമുക്ക് അവകാശം ഉണ്ടെന്ന് പറയാം. ഭൂമിയിലൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കർത്താവിൽ അവകാശമൊക്കെ ഉണ്ട്. ആമേൻ. അവകാശികളാണ് നമ്മളെല്ലാവരും. അടുത്ത ആൾ പറ, നിങ്ങളൊക്കെ അവകാശികളാണെന്ന് പറ. അടുത്ത ആൾ പറ, തൊട്ട് പറ, അവകാശികളാണ്. ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഉണ്ട് നമുക്ക്. ആമേൻ. എന്നോട് ഒരാൾ പറഞ്ഞല്ലോ, പാസ്റ്റർ എനിക്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ എല്ലാം ഉണ്ടെന്ന്. ആമേൻ. അപ്പോൾ അവകാശികളാക്കി തീർത്തു. പലരും പറയില്ലേ, വലിയ വലിയ സമ്പന്നന്മാർ, ഞാൻ വലിയ അവകാശിയാണെന്ന് പറയും. ഞാൻ എൻ്റെ അപ്പം കുറേ എനിക്ക് വെച്ചിട്ടുണ്ട്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വെച്ചിട്ടുണ്ട്. ആമേൻ. ആമേൻ. അപ്പോൾ അവിടെ പറയുന്ന അവകാശികളാണ്. പിന്നെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുന്നയിക്കപ്പെട്ട് മുമ്പിൽ കൂട്ടി. അടുത്തത് ക്രിസ്തുവിൽ തന്നെ. അടുത്തത് 13-ാം വാക്യം. സത്യവചനം നിങ്ങൾക്ക് കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ അവകാശം ഇതെല്ലാം നിങ്ങൾക്കാണെന്നും നിങ്ങളുടെ ഈ വാഗ്ദത്തം നമുക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു സീലടിക്കുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി ഗവൺമെൻറ് ഓഫീസും ഒക്കെ ആയിട്ട് പല ബന്ധങ്ങളുള്ളതാണ്. നമ്മുടെ ഈ ന്യൂ ലൈഫ് ഫെലോഷിപ്പും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പലതരത്തിലുള്ള നമ്മൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും. വിവാഹ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവിടെ അവർ പറയും, പാസ്റ്ററെ സീലില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? സീലിടുമ്പോഴാണ് അതിൻ്റെ പവർ വരുന്നത്. നിങ്ങൾ സ്ഥലം കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലക്കച്ചവടത്തിന് രജിസ്ട്രാറിൻ്റെ സീല് ആ ഡോക്യുമെൻറ്റ് പേപ്പറിൽ വരുമ്പോൾ, വെറുതെ ഡോക്യുമെൻ്റ് എഴുതിയിട്ട് കാര്യമില്ല, അവിടെ സീല് വരുമ്പോഴാണ് പവർ വരുന്നത്. കണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് എന്ത്, ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്നിട്ട് പരിശുദ്ധ ആത്മാവിൻ്റെ മുദ്ര തരികയാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് തന്നതെല്ലാം ഉവ്വ ഉവ്വ ഉവ്വ. ഹല്ലേലൂയ. ഇപ്പോൾ ഇന്ന് ഞാനിത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്ന്, ക്രിസ്തുയേശുവിൽ നമ്മളെ സകല ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചു. അതുകൂടാതെ നമ്മളെ എന്ത് ചെയ്ത്? ക്രിസ്തുയേശുവിൽ നമ്മളെ അനാദികാലത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. പിന്നെ എന്ത് ചെയ്ത്? മുൻനിർണയപ്രകാരം നമ്മെ മക്കളാക്കി, അല്ലെങ്കിൽ മക്കളായി ദത്തെടുത്തു.
ദത്തെടുക്കാൻ വേണ്ടി ദൈവം കൊടുത്ത വിലയാണ് രക്തത്തിൻ്റെ വില. നമ്മെ ഓരോരുത്തരെയും ദത്തെടുത്തു. ദത്തെടുക്കുക മാത്രമല്ല, അവൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പും 5 പാപമോചനവും, നിൻ്റെ മേലുണ്ടായിരുന്ന എൻ്റെ മേലുണ്ടായിരുന്ന സകല പാപത്തെയും ഇല്ലാതെയാക്കി. കാരണം നിഷ്കളങ്കരാകണമെന്ന് അവൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകാരം ഞാനും നിങ്ങളും അവൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവരായിരിക്കണം. ആ പാപങ്ങളെല്ലാം മായ്ച്ചു നമ്മുടെ മുകളിലുള്ള കടം നീക്കിയപ്പോഴാണ് ഡെത്ത് സെൻറ്റൻസ്, മരണത്തിൻ്റെ കുറിപ്പ് നമ്മളിൽ നിന്ന് മാറിയത്. പാപത്തിൻ്റെ ആ ഒരു കടം നമ്മുടെ മുകളിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളെല്ലാം മരണത്തിന്, തൂക്ക് കയറിന് യോഗ്യനാണ്. അന്ന് തൂക്കുകയറല്ല നമുക്കുള്ള, അവിടെ നരകത്തിലേക്കാണ് തള്ളിയിടുന്നത്. അതിന് യോഗ്യരായ നമ്മെ എന്ത് ചെയ്തു? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുകളിലുണ്ടായിരുന്ന സെൻറ്റൻസ്, ഡെത്ത് സെൻറ്റൻസ് മാറ്റിയത് എന്നെയും നിങ്ങളെയും അവൻ ആ പാപമോചനം എന്നുള്ള ആ ഒരു വലിയ ദാനം നമുക്ക് നൽകിയപ്പോൾ നമ്മുടെ കടം അവൻ നീക്കി, ആ പാപം അവൻ പേറി, നമ്മുടെ ശിക്ഷ അവൻ എടുത്തു. അതുകൊണ്ട് ഞാനും നിങ്ങളും പാപവിമുക്തമായി, ഞാനും നിങ്ങളും കുറ്റമില്ലാത്തവരായി തീർന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞ്, അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മളെ അറിയിച്ചു, നമ്മളെ അവകാശികളാക്കി, പരിശുദ്ധയാത്മാവിനാൽ മുദ്രയിട്ടു. എല്ലാവരും ഈ 8 പോയിന്റ് ഞാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. 9 ഉണ്ട്, ശരിക്കും 8 പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളിപ്രകാരം ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ മുൻനിർണയപ്രകാരം ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ദത്തെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ പാപത്താൽ ഞങ്ങൾ നിറഞ്ഞ് ഞങ്ങൾ നരകയോഗ്യരായിരുന്നപ്പോൾ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും ചെയ്തതിനായി നന്ദി. ഇതുകൂടാതെ ദൈവത്തിൻ്റെ തിരുഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, അനാദികാലം വരെ മറഞ്ഞിരിക്കുന്ന തിരുഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി നന്ദി. ഞങ്ങളെ അവകാശികളാക്കി, ക്രിസ്തുവിനോടൊപ്പം ഞങ്ങളെയും ചേർത്തു, ഞങ്ങളെയും അവകാശികളാക്കി തീർത്തു. ഞങ്ങൾക്ക് ഈ സകല വാഗ്ദത്തങ്ങളും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുകയാൽ വി ആർ സീൽഡ് ഫോർ റിഡംഷൻ. ഞങ്ങളതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അല്ല, ഈ വചനം വായിക്കുമ്പോൾ എപ്പോഴൊരു വാക്യമുണ്ട്, അതുകൊണ്ട്, അതിനാൽ, therefore. ഇതെന്താണ്? ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാക്കോ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെയുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്കിതെല്ലാം തന്നതിൻ്റെ കാരണം എന്തിനാണെന്നറിയാമോ? ദൈവം നമ്മളെ ചിലതൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതിനൊക്കെ നമ്മളെ യോഗ്യരാക്കി തീർത്തതെല്ലാം നമ്മളെ ചില ദൗത്യങ്ങളെ ഏൽപ്പിക്കാനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുക, പ്രാപിക്കുക മാത്രമല്ല എന്ന് പറഞ്ഞാൽ എനിക്കൂടെ പോരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പോരട്ടെ, നമുക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമല്ല, തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. നമ്മളതൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിലേക്ക് വരുമതല്ല. ആദ്യം അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി നോക്കണ്ട. ഈ ജാതികൾ പിന്നാലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിനുവേണ്ടിയുള്ള, നമുക്ക് വാഞ്ചയും വേണ്ട, ഒന്നും വേണ്ട, അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമെന്നവിടെ വാഗ്ദത്തമുണ്ട്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിൻ്റെ ഒരു കുറവും ദൈവം തരത്തില്ല. ഹല്ലേലൂയ. അടുത്ത ആളുടെ കടം മേടിക്കരുതെന്ന് പറ. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കടം മേടിക്കും. അതെന്ത് പണിയാണ്? എനിക്ക് മനസ്സിലാവില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കടം മേടിക്കരുത് കേട്ടോ. കടം കൊടുക്കുകയും കടം വാങ്ങിക്കുകയും ചെയ്യരുത്. വെറുതെ കൊടുത്തോ, കടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഇതെന്തിനാണ് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി സഭയിൽ ഞാൻ പോകുന്നുണ്ട്, എല്ലായിടത്തും പല പല പ്രശ്നങ്ങൾ. കടം കൊടുത്ത് തിരിച്ച് കഴുത്തേക്ക് ഇട്ടുകളാ. ഒന്നിനും കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. കടം കൊടുക്കരുത് ആരും കേട്ടോ. കടം വാങ്ങിക്കുകയും ചെയ്യരുത്, കടം ചോദിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുക. നമ്മുടെ കർത്താവ് എന്താ? പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. കർത്താവിനെ ഒരിക്കലും അവഹേളിക്കല്ലേ. നിങ്ങൾ കടം ചോദിച്ചാൽ നിങ്ങൾ മനുഷ്യരെ വിഗ്രഹങ്ങളാക്കുക. ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ ഈ പാസ്റ്റർ ആയതുകൊണ്ട് പറയാണ്, പലപ്പോഴും ഈ പാസ്റ്റർ ആകുമ്പോൾ ഉണ്ടല്ല, കടം ചോദിക്കാൻ പറ്റില്ല. അത് നല്ല കാര്യമാണ്. പല ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും.
ഒരാളോട് കടം ചോദിക്കാൻ പറ്റുമോ? ഇവരെന്ത് പാസ്റ്ററാണ് ചോദിക്കില്ലേ? അപ്പം മുട്ടുമ്പോൾ നിൽക്കുക, എൻ്റെ കർത്താവേ കടം ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കാൻ പോവുക. അപ്പോൾ ദൈവം നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മളെ പഠിപ്പിക്കും. ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചതാണ് കർത്താവിൽ ആശ്രയിക്കാൻ. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളും വന്നിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളെ ഒരുത്തിനും ഒരു കുറവുണ്ടാക്കിയിട്ടില്ല. ധൈര്യമായിട്ട് ഞാൻ പറയണത് കൊണ്ടല്ലേ. ദയവ് ചെയ്ത് മക്കളെ കടം ചോദിക്കരുത് കേട്ടാ. ഡോണ്ട് ഡു ദാറ്റ്. കർത്താവിനെ അവഹേളിക്കുകയാണ്. ആരാണ് നമ്മുടെ ഉറവിടം? ആരാ? ഉറപ്പാണോ? അവൻ തരും. നിന്റെ സ്രോതസ് ആരാ? യേശുവാണെന്ന് പറ. അവൻ തരും. ഹല്ലേലൂയ. നിന്റെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിച്ചെന്ന് നമ്മൾ പറഞ്ഞിട്ട് ബ്രദറെ കഴിഞ്ഞ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ സ്തോത്രം കൊടുത്തതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ആമേൻ. ഒരു തീരുമാനം എടുക്ക്, ഞാൻ കടം മേടിക്കില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? 5 ശുശ്രൂഷകളെ കുറിച്ചാണ് പറയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ശുശ്രൂഷകളുണ്ട്. 5 ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറയാൻ പോണത്. ഒന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പിതാവിനോടുള്ള ശുശ്രൂഷയാണ്. ആ പിതാവിനോടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവന് നമ്മൾ കൊടുക്കേണ്ട ആരാധന. നമ്മുടെ നമ്പർ 1 നമുക്കുള്ള മുകളിലുള്ള വിളി എന്ന് പറയുന്നത് യു ആർ കോൾഡ് ആസ് എ വർഷിപ്പർ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു ആരാധകനായിട്ടാണ്. ദൈവം അപ്രകാരമുള്ള ഒരു ആരാധകനെ അന്വേഷിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ. എന്തിനാ ദൈവത്തെ ആരാധിച്ചത്? നമുക്ക് എന്താ ഗുണം? ദൈവം എന്താ ആരാധന കൊതിയനാണോ? എല്ലാവരും എൻ്റെ ചൊൽപ്പടി ഒന്ന് ആരാധിക്കാൻ. ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആയി തീർക്കാനാണ്. ശ്രദ്ധിക്കുക. സി ഗോഡ്സ് ഡിസയർ ഇസ് ദാറ്റ് ഓൾ ഓഫ് us, നമ്മളെല്ലാവരും അവനെ പോലെ ആയിത്തീരുക എന്നതാണ്. അവനെ പോലെ ആയിത്തീരണം എങ്ങനെയാണ് അറിയാമോ? അവൻ്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോഴാ. എല്ലാവരും പറ, അവനോട് അടുത്താൽ നാം അവനെ പോലെ ആകും. കാരണം കർത്താവിൻ്റെ രാജ്യത്തിൽ അവൻ്റെ തത്വം എന്ന് പറയുന്നത് പകർച്ചയാണ്, ഇംപാർട്ടേഷൻ. രണ്ടാമത്തെ കാര്യം വെളിപ്പാട് എന്ന് പറഞ്ഞാൽ റെവലേഷൻ. ഇതെല്ലാം ലഭിക്കുന്നത് അവനോട് ചേരുമ്പോഴാണ്. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിൻ്റെ ആ ഇംപാർട്ടേഷൻ നമ്മളിലേക്ക് വരണമെങ്കിൽ, ഇഫ് യു നീഡ് എൻ ഇംപാർട്ടേഷൻ ഓഫ് ഗോഡ്, ഹീ വിൽ ഗീവ് എൻ ഇംപാർട്ടേഷൻ വെൻ വി ഡ്രോ ക്ലോസ് ടു ഹിം. അവനോട് അടുക്കുമ്പോൾ അവനിൽ നിന്നുള്ള വലിയൊരു പകർച്ച എന്നിലേക്കും നിങ്ങളിലേക്കും വന്ന് നമ്മളറിയാതെ അവനെ പോലെയായിത്തീരും. നമ്മൾ ശ്രമിച്ചിട്ടല്ല ആകുന്നത്, കഷ്ടപ്പെട്ട്, ഞാൻ പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ടല്ല ആകുന്നത്, ഉപവാസ പ്രാർത്ഥനയിലല്ല ആകുന്നത്. അവനോട് അടുക്കുമ്പോൾ അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളും കൂട്ടാളികളുമായി തീരുകയാണ്. അപ്പം എൻ്റെ പ്രവൃത്തിയല്ല. ഹല്ലേലൂയ. ഞാൻ ചെയ്ത ഒന്ന് മാത്രം, ഞാൻ അവന് കീഴ്പ്പെട്ട് അവനോടടുത്തു. എല്ലാവരും പറഞ്ഞേ, ആരാധന എന്ന് പറയുന്നത് ഡ്രോയിങ് ക്ലോസ് ടു ഗോഡ്, ഡ്രോയിങ് ക്ലോസർ ടു ഗോഡ്, ഡ്രോയിങ് ക്ലോസർ ടു ഗോഡ്. ദൈവത്തോട് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വർഷിപ്പ് ലീഡർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആഴത്തിൽ എന്നോട് ഇടപെടണമെന്ന് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആഴത്തിൽ ഇടപെടണം എപ്പോഴാണ് അറിയാമോ? ഇസ് വെൻ യു ഡ്രോ ക്ലോസ് ടു ഹിം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പണ്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് അറിയാമോ? അവിടെയൊക്കെ പോകാനുള്ള യോഗ്യത നമുക്കില്ല. കർത്താവേ വല്ലം തായേ, ഞങ്ങളോട് കനിവ് കാണിക്കണമേ. അങ്ങനെയായിരുന്നു പണ്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ചേർക്കുവാൻ വേണ്ടി അവൻ നമ്മളെ ശുദ്ധീകരിച്ചു. അവൻ നമ്മളെ രക്തത്താൽ ശുദ്ധീകരിച്ചു. അവൻ നമ്മെ ആത്മാവിനാൽ പവിത്രീകരിച്ചു. അവൻ നമ്മെ വചനത്താൽ കഴുകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവനോട് കൂടുതൽ അടുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം അവനോടടുത്ത് അവനിൽ നിന്ന് പ്രാപിക്കുവാൻ, അവനിൽ നിന്ന് പകർച്ച പ്രാപിച്ച് അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ
കൂട്ടാളിയാകുക എന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ സമയത്തെല്ലാം ദൈവത്തോട് അടുക്കണം. കിട്ടുന്ന സമയം മുഴുവനും അവൻ്റെ സന്നിധി വിട്ടുമാറാതെ അവനോട് കൂടെ നടക്കണം. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുമെന്ന്. കാരണം എന്താണ്? നീ എന്നെ അനുഗമിച്ചാൽ ഞാൻ നിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ ഞാൻ കൂട്ടാളിയായി തീർന്ന് ഞാനും മറ്റുള്ളവരെ സ്വാധീനിക്ക തരത്തിലുള്ള ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു സ്വാധീനം എന്നിൽ നിന്ന് പുറപ്പെടും. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികളുടെ പ്രവാഹം ഗർജിക്കുന്ന ആ ശക്തിയേറിയ, ഞാൻ പറയുന്ന ആംപ്ലിഫൈഡ് വേർഷനാണ്, ശക്തിയേറി നമ്മളെ മറ്റുള്ളവരെ സ്വാധീനിച്ച് മറ്റുള്ളവരെ വീഴ്ത്തുന്ന, മറ്റുള്ളവരിലേക്ക് ജീവൻ പകരുന്ന രീതിയിലുള്ള വലിയൊരു സ്വാധീനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ ദൈവനെ ആരാധിക്കുവാൻ വിളിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായോ? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജീവൻ എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാനാണ്. ഹല്ലേലൂയ. പാപത്തിലും അകൃത്യത്തിലും മരിച്ചവരായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ ജീവൻ പകരുന്ന ആത്മാവ് എന്നെ വന്ന് തൊട്ടു, എന്നെ ഉണർത്തി, എനിക്ക് ജീവൻ കിട്ടി. ഈ ജീവൻ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട്. അപ്പോൾ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ ഞാൻ പ്രാപിച്ച് കൈയും കെട്ടിരിക്കാനല്ല, മറിച്ച് മറ്റുള്ളവർക്കും ഇത് പകർന്നു കൊടുക്കുവാനാണ്. ഞാൻ എവിടെ പോയാൽ ദൈവത്തിൻ്റെ ജീവൻ ഞാൻ വഹിക്കുന്നവനാണ്. ഒരു കൂട്ടത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ജീവൻ്റെ ആത്മാവ് പകർന്നു കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്തൊരു വ്യത്യാസമുണ്ട് നോക്കിക്കേ. ഇന്ന് ലോകത്തിലേക്ക് ഞാൻ പോകുമ്പോൾ കർത്താവിൻ്റെ ജീവനും കൊണ്ടാണ് ഞാൻ പോണത്. തൊട്ടാൽ ജീവൻ കിട്ടും. ഹല്ലേലൂയ. ഇതാണ് ആരാധനയുടെ കാതൽ എന്ന് പറയുന്നത്. ആരാധിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് കൂടുതലായി വേണം. ഞാൻ കവിഞ്ഞൊഴുകണം. കർത്താവിൻ്റെ ജീവൻ്റെ ഉറവിടം പിന്നെ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ദൈവം ചാനലൈസ് ചെയ്യാൻ തുടങ്ങും. ഐ വിൽ ബി എ സോഴ്സ് ഓഫ് ലൈഫ് ടു മെനി പീപ്പിൾ അറൗണ്ട് ദിസ് വേൾഡ്. എന്താ കാരണം? ഞാൻ കർത്താവിന് അടുത്ത് ചേർന്ന് കർത്താവിൽ നിന്ന് കിട്ടിയ പകർച്ചയാണ് എനിക്ക്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം പെട്ടെന്ന് വായിക്കാമോ? നമുക്ക് പെട്ടെന്ന് എനിക്ക് പോകണം. കാര്യം 3 പോയിന്റ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് മിനിസ്റ്റർ അൺ ടു ഗോഡാണ്. ആദ്യത്തെ പോയിന്റ് കേട്ടോ, നോട്ട് ചെയ്തോ. കർത്താവിൻ്റെ 5 ശുശ്രൂഷ ഞാൻ ഇന്ന് 3 പറയുള്ളൂ. കാരണം അതിനപ്പുറം പറയാൻ 3 കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ 5 ഞാൻ പറഞ്ഞുതരാം. പക്ഷേ 3 ഞാൻ കൂടുതൽ ഞാൻ 1 കൊടുക്കുന്നുള്ളൂ. അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. യേശുവിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ പറയുന്നത് ആദ്യത്തെ പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സ്രോതസ്സും ഞങ്ങളുടെ ഉറവിടവുമായ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവിടെ പറയുന്നതാണ്, നിന്റെ ഏക ആശ്രയം അവനാണ്. എനിക്ക് ഈ ഭൂമിയിൽ എനിക്കൊരു നിലനിൽപ്പില്ല. എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എന്തൊക്കെ എൻ്റെ തൻ്റെ ഇടത്തരോ എന്തൊക്കെ ഞാൻ കാണിക്കാൻ ഞാൻ ശ്രമിച്ചാലും, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ നല്ല തൻ്റെ ഇടമുള്ള ഒരാളാണ്, ടപ്പെന്നൊരു വീഴ്ച വീണ് കഴിഞ്ഞ് തൻ്റെ ഇടം പോയി, എല്ലാം പോയി. മനുഷ്യൻ ഇത്രേ ഉള്ളൂ. ആരെയും വകവെക്കില്ലായിരുന്നു. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ വന്നതിന് എന്താടാന്ന് ചോദിക്കും. അവിടെ ഇരിക്കണത് എൻ്റെ മതിലിൻ്റെ അരികിൽ ഇരിക്കണം എന്തിനാണ് അങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ? ഒരു ടപ്പേന്നൊരു വീഴ്ച വീണു. അവിടെ ആശുപത്രി കൊണ്ടുപോകാൻ ഇവരാ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളാരും ഒന്നുമല്ല. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ജീവൻ തന്നതുകൊണ്ടാണ് ഞാനും നിങ്ങൾ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഇതെപ്പോഴും ഓർത്തോളണം. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ ജീവനും നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനും നിങ്ങൾക്ക് ഒരു നിലനിൽപ്പ് പോലും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ആദ്യത്തെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ എൻ്റെ ഉറവിടമായ കർത്താവേ, നിന്നിൽ നിന്നാണ് ഞാൻ എല്ലാം പ്രാപിച്ചിരിക്കുന്നത്. നീ ഇല്ലാതെ എനിക്കൊന്നുമില്ല. എനിക്ക് ആയുസ്സില്ല, എനിക്ക് നിലനിൽപ്പില്ല, എനിക്ക് ജീവനില്ല, ശ്വാസം പോലും ഇല്ല. ഒരു ചൈനക്കാരൻ
ഒരു കാര്യം പറഞ്ഞതാ. ഈ ശ്വസിക്കുന്നത് ഈ യഹോവ എന്നുള്ള വാക്യം ഉണ്ടല്ലോ, യാഹ്വ എന്നുള്ള വാക്യമാണ് ശരിക്കും. കാര്യം വവൽസ് ഇല്ല. മറ്റേ അറബിക്ക് പോലെ അല്ല, ഹീബ്രു ഭാഷയിൽ വവൽസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ യഹോവ എന്നുള്ള വാക്യം? അപ്പോൾ യഹോവയാണ് യാഹ്വയാണെന്നുള്ള ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ് ഈ ശ്വാസം എടുക്കുന്നില്ലേ, അതാണ് ശരിക്കും യഹോവയുടെ യാഹ്വേ യാഹ്വേ യാഹ്വേ. ഇത് ഈ ശ്വാസം തന്നെ നമ്മൾ യാഹ്വേ എന്ന് പറയുകയാണ്. ഇത് ഒരു ദിവസം നിൽക്കും, ഇതൊരു ദിവസം സ്റ്റോപ്പാവും. അതോടെ മനുഷ്യൻ്റെ അവൻ്റെ ആ എന്താണ് മേൽക്കോയ്മയും അവൻ്റെ നെഞ്ചൊക്കെ വിരിക്കുന്ന എല്ലാം കുശുക്കി ഇത്രയുള്ള മനുഷ്യൻ. നമ്മളുടെ ഈ വലിയ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തീരും. ഈ തീരിനേക്കാൾ മുമ്പ് അവൻ്റെ കരം പിടിക്കണം. ഒറ്റ കാര്യമുള്ളൂ, ഇത് തീർന്നേക്കാളും മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ ജീവൻ്റെ കരം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പിന്നെ നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം അവൻ്റെ ആത്മാവ്, പുനരുത്ഥാന ശക്തിയുടെ ആത്മാവ് അവൻ എനിക്ക് തന്നു. അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേറ്റും. എന്തൊരു വലിയ നമുക്ക് തന്ന പദവി നോക്കിക്കേ. ഹല്ലേലൂയ. 5 ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാന ശുശ്രൂഷ ആരാധനയാണ്. പാട്ടല്ല കേട്ടോ, ഞാൻ പാട്ടെന്നല്ല പറഞ്ഞത്, ആരാധന. റോമർ 12:1 എടുത്തേ. കാരണം ഇത് നമ്മൾ ഈ പ്രാർത്ഥനയും അവന് നമുക്ക് തരുന്നത്, നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ടൊക്കെ വായിക്കണം കേട്ടോ, ഞാനിത് മുഴുവൻ പറയാൻ പോയാൽ ടൈം പോകും. ഹല്ലേലൂയ. റോമർ 12:1 എന്താ പറയുന്നത്? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, റീസണബിൾ വർഷിപ്പായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഇത് ജീവനുള്ള ഒരു യാഗമാണ്. കർത്താവിന് ചത്ത യാഗം വേണ്ട. കർത്താവിന് വേണ്ടത് ജീവനുള്ള യാഗമാണ്. എൻ്റെ ശരീരം കർത്താവിനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്, നമ്മൾ ദൈവത്തിന്, ഞാൻ പറഞ്ഞേ, ഡ്രോയിങ് ക്ലോസ്. വർഷിപ്പ് മീൻസ് ഡ്രോയിങ് ക്ലോസ് ടു ഗോഡ്. നമ്മുടെയൊക്കെ ചിന്ത വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടല. നല്ല ഈണത്തിൽ പാട്ട് പാടിയാൽ ദൈവം കൂടുതൽ അടുത്ത് വരും. എവിടെ ഞാൻ കണ്ടിട്ടില്ല, എവിടെ ഈ മുഴുവൻ വായിച്ചിട്ട് അങ്ങനത്തെ ഒരു ഭജന ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിനോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഇതവിടെ പറഞ്ഞതാണ്, ജീവനുള്ള യാഗമായിട്ട് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധി, ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോഴാണ് അത് റീസണബിൾ വർഷിപ്പായി തീരുന്നത്. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ കൊടുക്കുക. എല്ലാവരും കണ്ണടച്ചേ, എൻ്റെ ശരീരം ഒന്ന് കൊടുത്തേ കർത്താവിന്. കർത്താവ്, ഈ ശരീരം അങ്ങേക്ക് വേണ്ടി ഒരു വിശുദ്ധ മന്ദിരമാണ്, അങ്ങേക്ക് വേണ്ടിയുള്ള വിശുദ്ധ ഒരു പാത്രമായിട്ട് ഞാൻ എന്നെ തന്നെ കൊടുക്കുന്നു. എൻ്റെ കർത്താവിനായി എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാണ് ഈ ശരീരം. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തെ ഞാൻ കൊടുക്കുന്നു. ഐ ഡ്രോ ക്ലോസ് ടു യു ബിക്കോസ് യു മേഡ് മീ ഹോളി. കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചത് കൊണ്ട് മാത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ, അതുകൊണ്ടാണ് കർത്താവ് ശമര്യക്കാരിയായ സ്ത്രീയോട് പറഞ്ഞത്, സത്യ ആരാധകർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. സത്യം ഒരു വ്യക്തിയാണ് കേട്ടോ, അവൻ്റെ പേര് യേശു എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലും ആത്മാവിലെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ ആത്മാവും പരിശുദ്ധ ആത്മാവും കൂടെ ചേർന്ന്, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തന്നത് മനസ്സിലായില്ല ഇപ്പോൾ. കാരണം ആരാധന വേണമെങ്കിൽ നമ്മുടെ ആത്മാവിന് ജീവൻ വേണം. ഈ ജീവൻ എവിടെ നിന്ന് കിട്ടി? കർത്താവായ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നമുക്ക്, നമ്മുടെ ആത്മാവിന് ജീവൻ പകരുന്നു. ഈ ജീവൻ പകരുന്ന ആത്മാവ് കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ആരാധിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ടൊക്കെ പള്ളിയിൽ പോണ സമയത്ത് ഏതപ്പാ എനിക്കൊന്നും അറിയില്ല, അവിടെ പോയി ഇങ്ങനെ ചാരി നിൽക്കാല്ലാണ്ട്, ഒരു തൂണ്ട മറയിൽ പോയി നിൽക്കാല്ലാണ്ട് എനിക്ക് ആരാധന എനിക്കറിയില്ല എന്താണെന്ന്. എവിടെയെങ്കിലും വല്ല വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുമ്പിട്ട്, കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വിഗ്രഹമാണ്, ആരാധിക്കുക, അതിനെ വണങ്ങും. വേറെ ഒന്നും അറിയില്ല.
പക്ഷെ ജീവൻ കിട്ടി, ജീവൻ പ്രാപിച്ചപ്പോൾ ഉണ്ടല്ല, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന എങ്ങനെയാണെന്ന് കർത്താവ് കാണിച്ചു തന്നു. ഹല്ലേലൂയ. അപ്പം നമ്പർ 1 തിങ്, യുവർ നമ്പർ 1 ശുശ്രൂഷ ഈസ് അൺടു ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്, സെക്കൻഡ് മിനിസ്ട്രി എന്ന് പറയുന്നത്, ദൈവം നമ്മെ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം കൊടുക്കുന്നതാണ്. നമ്മുടെ ശുശ്രൂഷ അതും. അതെങ്ങനെയാണത്? ഇറ്റ്സ് ആക്ച്വലി എ മിനിസ്ട്രി അൺ ടു യുവർ സെൽഫ്. നമുക്ക് നമ്മളോട് തന്നെ ശുശ്രൂഷയുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന് അവസരം കൊടുക്കുകയാണ്. എന്നോട് ഒരാൾ പറഞ്ഞു തന്നെ, വചനം വായിക്കുമ്പോൾ കൊള്ളാം, നല്ലതാണ്. ഇപ്പോൾ നമുക്കിവിടെ വചനം വായിക്കുന്നൊരു വലിയൊരു പ്രോഗ്രാം നല്ലതാണ്, നല്ല കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വചനം വായിക്കണം. വചനം വായിക്കുക മാത്രം പോരാ, നമ്മുടെ ജീവിതം വായിക്കുവാൻ വചനത്തിന് അനുവാദം കൊടുക്കണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വചനം വായിക്കുകയല്ല, ദ വേർഡ് ഷുഡ് റീഡ് മീ. വചനം എന്നെ വായിക്കണം. ഇതാണ് രണ്ടാമത്തെ ശുശ്രൂഷ. എന്ന് പറഞ്ഞാൽ ഞാൻ വിധേയപ്പെടുകയാണ്. ദൈവമേ, നിന്റെ വചനപ്രകാരം ഞാനല്ല. കർത്താവിന് വചനം പറയുന്നത് എന്താ? ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു. എനിക്കാണെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കാനാ, അതിൻ്റെ ചൊറിഞ്ഞ് കയറും എനിക്ക്. നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ പാടില്ല, നിങ്ങളൊക്കെ നല്ലവരാ. അവൻ്റെ ഒരു ശത്രുവിൻ്റെ നന്മ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാൾ പ്രാർത്ഥനയിരിക്കുമ്പോൾ വരുന്നില്ലേ, കർത്താവ് ദയ അവൻ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട്, ദുരിതം വരട്ടെ, അവൻ്റെ ഒരു ആക്സിഡൻറ്റിൽ പോയി ചാകട്ടെ, കർത്താവിൻ്റെ ഹിതം അവൻ്റെ മേൽ, കർത്താവിൻ്റെ ന്യായവിധി അവൻ്റെ മേൽ വരട്ടെ. നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാമല്ലോ, കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇതുപോലെ, ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല, അവൻ മാറിപ്പോ, എൻ്റെ മുമ്പിൽ നിന്ന് പോട്ടെ. അപ്പം നമ്മളുടെ ഇതെന്താ കാരണം എന്നറിയോ? നമ്മുടെ ഉള്ളിലുള്ള മാനുഷികമായിട്ടുള്ള നമ്മുടെ ചിന്തകളെല്ലാം. അതാണ് ഈ ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ കൂടെ ശമരിയ വഴി കടന്നു പോയപ്പോഴേ ശമരിയക്കാരെ അവിടെ അനുവദിച്ചില്ല ആ വഴി പോകാൻ. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് കണ്ടിട്ടില്ല അല്ലേ? എൻ്റെ കുഴപ്പമില്ല. അവർ പോയപ്പോൾ അവിടുത്തെ ശമരിയ പട്ടണക്കാർ യേശുക്രിസ്തുവിനെ അവിടെ ആ വഴി പോകാൻ അനുവദിച്ചില്ല. അത് വളരെ അടുത്ത റൂട്ടാണ്. മറ്റേ റൂട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ജോർദാനൊക്കെ കടന്ന് ദക്കാപ്പോളിസ് വഴിയൊക്കെ പോകണം. ഭയങ്കര കറക്കമുള്ള റൂട്ടാണ്. അങ്ങനെയൊക്കെ പോകാൻ എളുപ്പമാണ്, ഒരൊറ്റ മാർഗമുണ്ട്, ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ശമരിയ പട്ടണക്കാർ സമ്മതിച്ചില്ല. ശിഷ്യന്മാർ വേഗം, കർത്താവേ, ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ വരത്തി നശിപ്പിച്ചതുപോലെ നമുക്ക് അങ്ങോട്ട് ഇവരെയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ചാലോ? നല്ല കാര്യമാണ് പറഞ്ഞല്ലേ. നീ ഏത് ആത്മാവിലാടാ സംസാരിക്കണമെന്ന് കർത്താവ് ഒറ്റ വാക്യം വെച്ചുള്ളൂ. നീ ഏത് ആത്മാവിലാടാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോഴും ഗുട്ടൻസ് കിട്ടിയിട്ടില്ല, ശത്രുക്കളെ സ്നേഹിക്കുകയാണെന്ന് നിനക്ക് അറിയില്ലല്ലേ എന്ന്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ന്യായവിധി, നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ജഡ്ജ്മെൻറ്റിൽ എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെയാണ്. ഒരാളെ കാണുമ്പോൾ അവൻ്റെ സ്റ്റാൻഡേർഡ് എൻ്റെ അത്രയും പോരാ, എൻ്റെ അത്രയും അവൻ പോരുന്നു. നമ്മളെ കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാരാണ് നമ്മുടെ അത്രയും. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ കുറ്റം വിധിച്ച് നമ്മളെല്ലാവരും ഏത് വിവരമില്ലാത്ത കുറേ ആൾക്കാർ. ചിലപ്പോൾ സിനിമാ കോട്ടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണുമ്പോൾ, പാസ്റ്ററെ കണ്ടില്ലേ, സിനിമാ കോട്ടയുടെ മുമ്പിൽ ക്യൂ നിൽക്കണം. അപ്പോൾ നീ സിനിമ കാണാറില്ലേ? ഞാൻ വീഡിയോയിലേ കാണാറുള്ളൂ. എല്ലാം സെയിം അല്ലേ? ഈ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നതും പിന്നെ സിനിമാ കോട്ടയൊക്കെ പോകണം തീർച്ച അത് കുറച്ചുകൂടെ നല്ലോണം പോയി കാണണ്ട. വിസ്താരമായ പ്രൊജക്ഷനിൽ നല്ല സൗണ്ട് എഫക്ട്സിൽ പോയി കാണും. വീട്ടിൽ നിന്ന് കാണുന്ന അവിടെ പോയി കാണും. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് കാണും, വീഡിയോ കാണാറുള്ളൂ. എന്ത് വിട്ടുത്തരേ! നമ്മുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റാണ്, തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ ഈ ന്യായവിധി നമ്മുടെ ഉള്ളിൽ, പിശാച് കുറ്റം പറയുന്നവനാ. പിശാച് എന്ന് പറഞ്ഞാൽ അക്യൂസർ എന്നവൻ്റെ പേര്. കുറ്റം ചാർത്തുന്നവൻ ആരാ? ആ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. പതുക്കെ പറയേണ്ട നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പിശാചിൻ്റെ, നമ്മൾ മനുഷ്യൻ വീണപ്പോൾ പിശാചിൻ്റെ സകല സ്വഭാവം എവിടെയുണ്ട്? അടുത്താണ്ട് പറ, സോറി എന്ന് പറ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കുറച്ചുണ്ട്, അധികമില്ല കേട്ടോ.
നമ്മളൊന്നും പിശാചുക്കളൊന്നും അല്ല കേട്ടോ. പക്ഷെ അവൻ്റെ സ്വഭാവം, നമ്മുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈജിപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈജിപ്റ്റ് പയ്യെ പയ്യെ പുറത്തേക്ക് പോവും. ഹല്ലേലൂയ. ഈജിപ്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെതായിട്ടുള്ള പ്രകൃതം നമ്മുടെ ഉള്ളിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കാൻ പറയണത്. പാസ്റ്റർ വചനം വായിക്കാൻ പറയുന്നില്ലേ? വെറുതെ അല്ല. പാസ്റ്റർ വചനം വായിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഈജിപ്റ്റ് നമ്മളിന്ന് പോകാനാണ്. നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ അത് നമ്മൾ വചനം നമ്മെ വായിക്കുവാൻ, അതാണ് രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അലൗവിങ് ദ വേർഡ് ടു റീഡ് യു. അപ്പോഴാണ് ഞാൻ എന്നെ കാണുന്നത്. അതുവരെ ഞാൻ വിചാരിച്ച് ലോകത്തിലെ ഏറ്റവും നല്ലവൻ ഞാനാണെന്നാണ്. എന്നെ കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുള്ളെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം എന്നെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പൗലോസ് പറഞ്ഞ പോലെ ലോകത്തിലെ 1-ാം നമ്പർ പാപി ഞാനാണ്. പൗലോസ് വെറുതെ അല്ല പറയുന്നത്. ഹി അലൗഡ് ദ വേർഡ് ടു റീഡ് ഹിം. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മെ വായിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 31-32 വാക്യം പറയുന്നത് എന്താ? 31-32 വാക്യങ്ങൾ ഫേമസ് ആയിട്ടുള്ള വാക്യമില്ലേ? എന്താ പറയുന്നത്? വചനത്തിൽ നിലനിൽക്കണം. അടുത്ത ആളോട് പറ, വചനത്തിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ കാര്യമില്ല. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ എന്താ വായിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ന് പറയരുത്. ഒരു വചനമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിർത്തണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴല്ല എൻ്റെ ആ ഒരു നിസ്സഹായത ഞാൻ കാണുകയാണ്. അയ്യോ, ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇവിടെ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം പോകും, ഞാൻ മിക്കവാറും പോവില്ല. കർത്താവ് നമ്മളെ ചേർക്കാൻ വേണ്ടി വരുമല്ല വാനമേഘത്തിൽ. എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാ പോവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ഓരോ വചനവും നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ നമ്മൾ അനുവദിക്കണം. കർത്താവിൻ്റെ വചനം സകല എല്ലാ ബന്ധനങ്ങളും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വൈകാരിക തലത്തിലുള്ള ബന്ധനങ്ങളൊക്കെ നമുക്കുണ്ട്. ആർക്കൊക്കെ ദേഷ്യം വരാതിരിക്കണം? ഞാനില്ല. ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ബന്ധനമാണ്. ചെറിയ കാര്യം മതി. അതുപോലെ നല്ല മാലാഖയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തു പറ്റി? സ്വഭാവമൊക്കെ മാറി ദേഷ്യം നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. പിശാചിൻ്റെ സ്വഭാവം അത്. അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരത്തിൽ സൗമ്യത എന്ന് പറഞ്ഞ അതിൻ്റെ സ്പെല്ലിംഗ് പോലും നമുക്കറിയാൻ പാടില്ല. സൗമ്യതയുടെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റണില്ല. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഇതെല്ലാം ആ സമയത്ത് മറന്നുപോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും. എനിക്കറിയാൻ പാടില്ല. അപ്പം നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ പല കുറവുകളുണ്ട്. നമ്മളെ നന്നാക്കിക്കൊണ്ടിരിക്കുക ദൈവം, അംഗീകരിച്ചാൽ മാത്രം. കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ഇനി പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴുണ്ട്, കർത്താവേ നിൻ്റെ ആ അനന്ത സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചേ. അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ ഞാൻ കൂട്ടാളിയാകണമെങ്കിൽ എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക്, കർത്താവ് എൻ്റെ സ്നേഹമല്ല ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കണം. ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കണം. പകർച്ചയത്. കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. സന്തോഷത്താൽ ആനന്ദത്താൽ എന്നെ നിറയ്ക്കണം. ദൈവികമായിട്ടുള്ള സമാധാനത്താൽ എന്നെ നിറയ്ക്കണം. കർത്താവിൻ്റെതായിട്ടുള്ള സകലതും എന്നിൽ നിറയുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 31, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി.
എന്തു ചെയ്താലും. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മളെങ്ങനെയാണെന്ന് അറിയാമോ? പള്ളി വേറെ, പട്ടക്കാരൻ വേറെ. പള്ളിക്കൂടമല്ല, പട്ടക്കാരൻ. പള്ളി വേറെ, പട്ടക്കാരൻ വേറെ. എന്ന് പറഞ്ഞാൽ പട്ടക്കാരൻ തോന്നിയ പോലെ നടക്കാമെന്ന്. പള്ളി വേറെ, പട്ടക്കാരൻ വേറെ. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല. പക്ഷെ കർത്താവുണ്ടല്ലോ, എല്ലാത്തിനും ബന്ധിപ്പിക്കുക. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകലത്തിനെയും ഒരു വ്യക്തിയിൽ ചേർക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ കാര്യത്തിലും എൻ്റെ കർത്താവിന് താല്പര്യമുണ്ട്. He is interested in your work. He is interested in your work. He is interested in your words. എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ സ്വഭാവത്തിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, എൻ്റെ കർത്താവിന് താല്പര്യമുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മെ അവനെപ്പോലെ ആക്കി തീർക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മെ വായിക്കുവാൻ ഞാൻ അനുവദിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്രകാരമുള്ള വ്യക്തിയാണെന്ന് സത്യസന്ധതയോടുകൂടി എനിക്ക് അവൻ്റെ മുമ്പിൽ എനിക്ക് എന്നെ തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നറിയാമോ? ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവേ, ഈ തെറ്റ് എനിക്കുണ്ട്. ആദ്യം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ശ്രേഷ്ഠ സ്വഭാവത്തിലെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ അംഗീകരിക്കാൻ പാടാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലിയൊരു തർക്കം നടന്നപ്പോൾ സോറി പറഞ്ഞു. നിൻ്റെ സോറി എനിക്ക് വേണ്ടെന്ന് മറ്റവനും പറഞ്ഞു. അപ്പോൾ സോറി അല്ല അവന് വേണ്ടത്, എനിക്ക് ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറയുന്നതുണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് സോറി പറഞ്ഞോ? ഞാൻ ചെയ്തത് തെറ്റാണ് മലയാളിക്ക് ഒട്ടും പറ്റൂല. മലയാളിയുടെ ദിവ്യ സ്വഭാവമാണ് ഏതാണ്? തെറ്റ് അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. അതങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ്. നമുക്ക് ഭയങ്കര ഈഗോയാണ് മലയാളികൾക്ക്. അപ്പോൾ നമുക്ക് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തെറ്റെന്ന് പറയണ്ടേ? അത് പറയാൻ ബുദ്ധിമുട്ടാണ്, സത്യം പറയാൻ. അപ്പോൾ അതറിയണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ പാറ പോലത്തെ ഹൃദയമൊക്കെ ദൈവം എന്ത് ചെയ്യും? ഉടച്ച് മാംസളമാക്കി തീർക്കും. തെറ്റുപറ്റിപ്പോയി. അപ്പോൾ നമ്മൾക്ക് തെറ്റുപറ്റിപ്പോയത് നമുക്ക് അംഗീകരിക്കാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധി സാധിക്കുമെങ്കിൽ വ്യക്തികളുടെ മുമ്പിലും ദൈവം നമുക്ക് അതിനുള്ള കൃപ തരും. തെറ്റുപറ്റിപ്പോയി. അപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് കാണിക്കുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനം നമ്മെ വായിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുമ്പോഴാണ്. ഇതാണ് രണ്ടാമത്തെ ശുശ്രൂഷ. ആദ്യത്തെ ശുശ്രൂഷ എന്തായിരുന്നു? ആരാധന, കർത്താവിനെ നമ്മൾ ആരാധിക്കുക, ദ മിനിസ്ട്രി അൺ ടു ഗോഡ്. രണ്ടാമത്തെ ശുശ്രൂഷ മിനിസ്ട്രി ടു സെൽഫ്, അലൗവിങ് ഗോഡ്, ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു വർക്ക് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ അനുവദിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നതാണ് രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പലയിടങ്ങളിലും നമുക്ക് മാറ്റം ആവശ്യമുണ്ട്. കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ വാക്യത്തിലൊരു കാര്യമുണ്ട്, നമുക്കൊന്ന് കാണാം. എന്താ ചെയ്യണം? അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നാൽ നമ്മൾ നടക്കണില്ല. നമ്മൾ യോഗ്യമാവണ്ണമല്ല നടക്കുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥന ഏത്? കാരണം പൗലോസ് നമുക്ക് വേണ്ടി, ആ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പൗലോസിൻ്റെ കൂട്ടാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവഹിതം എന്താണെന്ന് അറിയുവാനുള്ളൊരു വാഞ്ച എൻ്റെ ഉള്ളിൽ ഉദിക്കണം. എന്താണ് ദൈവഹിതം? എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ ഹിതം എന്താണെന്ന് അറിയുവാൻ സകല ജ്ഞാനത്തിലും സകല അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് സകല സൽപ്രവൃത്തിയിലും, എല്ലാവരും പറയാം, സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കണമെന്ന് പറ. സകല സൽപ്രവർത്തികളിലും ഞാൻ ഫലം കായ്ക്കണം. ദൈവം എന്നെ സൃഷ്ടിച്ചത്, എന്നെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കണം. അത് മാത്രമല്ല, നിലനിൽക്കുന്ന ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മാങ്ങാ സീസൺ കഴിഞ്ഞു.
നമ്മൾ കർത്താവിൻ്റെ സന്നിധി ചെയ്യുമ്പോൾ എല്ലാം ഫുൾ 24 എല്ലാ 12 മാസവും മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും. സീസണിലല്ല, ഇൻ സീസൺ ഔട്ട് ഓഫ് സീസൺ നമ്മളെപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. കണ്ടാ? അപ്പം നമ്മൾ ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം വന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആത്മാക്കളെ കാണുന്നില്ലെങ്കിലുണ്ടല്ലോ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ നിസ്സംഗത നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കർത്താവെ എല്ലാം അറിയുന്നു. മറിയാമ്മ ഇതാ മറിയുന്നു. ഇവിടെ മറിയാമ്മയൊന്നും ഇല്ല, പേടിക്കരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇതൊരു ചൊല്ലാണ്, ഞങ്ങളുടെ ഈ താഴത്ത് തെക്ക് തിരുവിതാംകൂർ ഒരു ചൊല്ലാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിക്കുന്നത് ഫലം കായ്ക്കുവാനാണ്. ഫലം കായ്ക്കണം എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ ആത്മാവിനാൽ നിറയുമ്പോഴാണ്. അവനാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് ഞാനും നിങ്ങളും അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ഫലം കായ്ച്ചിരിക്കും. എന്നോടൊരു ഒരു ദേവാസം പറഞ്ഞാൽ, നിങ്ങളുടെ മക്കളൊക്കെ വലുതായപ്പോഴേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വലുതായിക്കൊണ്ടിരിക്കുക. നോക്കി ഇവിടെ പെട്ടെന്ന് നീ വലുതായി പോയല്ലേടാ, പെട്ടെന്ന് വലുതായി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് വലുതായി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലുതായി കുറച്ച് കഴിയുമ്പോൾ വലുതായി. അവൻ നമ്മൾ പ്രസ് ചെയ്തിട്ട് നീ വലുതാകണ്ട എന്ന് പറഞ്ഞിങ്ങനെ അമർത്തി പിടിച്ചിട്ട് അവൻ വലുതായിരിക്കും. അവൻ വലുതാവും അല്ലേ? ചെടി വളരുന്ന കണ്ടിട്ടില്ലേ? തന്നെ വളരെ അങ്ങോട്ട്. പക്ഷേ നമ്മൾ അവന് ആഹാരം കൊടുത്തില്ല, ശ്വാസം മുട്ടിച്ചാൽ എന്ത് പറ്റും? എന്നാൽ പിന്നെ മുരടിച്ചു. ശരിയല്ലേ? ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ ശ്വാസമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഞാനും നിങ്ങളും മുരടിച്ചു പോകും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. എല്ലാവരും കണ്ണടക്കി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി തീരുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മൂന്നാമത്തെ ശുശ്രൂഷ, ഇതുകൊണ്ട് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യും. മൂന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് അന്യോന്യമുള്ള ശുശ്രൂഷ. ഇന്ന് ജോസഫ് ബ്രദർ ഇവിടെ വന്നപ്പോൾ കമ്മ്യൂണിന് ഒരു വചനം തന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. എത്രയൊക്കെ അറിയാം? ശ്രദ്ധിച്ചില്ലല്ലേ? പോട്ടെ, കുഴപ്പമില്ല. 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ആൾ പതുക്കെ വായിക്കണം. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ വിചാരിച്ച് പള്ളി വന്ന് വെറുതെ പോയാൽ മതിയെന്ന്. ഇവിടെ പറയണത് അങ്ങനെയല്ല. മറ്റുള്ളവൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പ്രവൃത്തി വരണമെങ്കിൽ ഞാൻ ഉത്തരവാദിയാണെന്ന്. എന്ത് വചനത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇത് വേറെ ശുശ്രൂഷയാണ്, മൂന്നാമത്തെ ശുശ്രൂഷ. ഞാൻ മറ്റുള്ളവരുടെ ഉള്ളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ഞാൻ ഉത്തരവാദിയാണ്. അടുത്ത ആൾ നോക്കിക്കൊന്ന് സോറി പറ, ഞാൻ ചെയ്തില്ല. മനസ്സിലാകുന്നുണ്ടാ? ഈ കൂട്ടായ്മ എന്തിനു വേണ്ടിയാ? അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അവന് മടുത്തിരിക്കുക. വാ ബ്രദറെ, നമുക്ക് 2 വീട്ടിൽ പോയിട്ട് 2 സുവിശേഷം പറയാൻ വേണ്ടി അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകണമെന്ന് ചെയ്യാൻ തയ്യാറാണോ? അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്നൊന്നും വരില്ല. സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ ഉള്ളിൽ വരാൻ ഞാൻ ഉത്തരവാദിയാണ്. മനസ്സിലായില്ല? ആർക്കും മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. എൻ്റെ സഹോദരനെ കർത്താവിൽ ഫലം കായ്ക്കുവാൻ ഞാൻ ഉത്തരവാദിയാണെന്ന്. ക്ലിയറായോ? ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോന്ന്? സ്വന്തം കാര്യം സിന്ദാബാദല്ല.
ഐ ആം റെസ്പോൺസിബിൾ ടു മേക്ക് മൈ ബ്രദർ ഫ്രൂട്ട്ഫുൾ. സ്നേഹത്തിൻ്റെയും സൽപ്രവർത്തികളും അവൻ്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ പറയുന്നത്, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സ്നേഹത്തിൻ്റെയും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയാം. ശരിക്കുള്ള വാക്യം സൂക്ഷിച്ചു കൊള്ളാനല്ല. ശരിക്കുള്ള വാക്യം നമ്മുടെ ഇംഗ്ലീഷ് പറയുന്നത് എക്സോർട്ടിങ് വൺ അനദർ. എക്സോർട്ടിങ് വൺ അനദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? എക്സോർട്ടിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രബോധിപ്പിക്കുക എന്നാണ്. എൻ്റെ സഹോദരനെ പ്രബോധിപ്പിക്കണം ഞാൻ. അവൻ്റെ ഉള്ളിൽ നല്ല പ്രവൃത്തി വരാൻ അവൻ്റെ ഉള്ളിൽ കെട്ടുകിടക്കുക, അവൻ്റെ ഉള്ളിൽ അവന് മടുത്തിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? അവനെ പ്രോത്സാഹിപ്പിക്കണം, പ്രബോധിപ്പിക്കണം ഞാൻ. അപ്പം ഞാൻ കെട്ടുപോകുമ്പോൾ അവൻ എന്നെ പ്രബോധിപ്പിക്കും. ടീം വർക്കാണ്. അപ്പോൾ അന്യോന്യം പ്രബോധിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് സൽപ്രവർത്തികളെല്ലാം പുറത്തേക്ക്. അത് ഈ പ്രബോധിപ്പിക്കുക എന്നുള്ള ശരിക്കുള്ള വാക്യം എങ്ങനെ അറിയോ? പ്രോഡിങ് എന്ന് പറയും. പ്രോഡിങ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രോഡിങ് ഒരു ഇംഗ്ലീഷ് വാക്കാണ്, പ്രോഡിങ്. പ്രോഡ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പ്രോഡ് എന്ന് പറഞ്ഞ ഒരു ഈ പശുവിനെ പാല് ചൊരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഈ പ്രോഡ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക് പ്രോഡ് ഉണ്ട്. ഇലക്ട്രിക് പ്രോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഷോക്ക് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ പശു പാല് ചൊരുത്തത്തില്ല. പശു എന്താണ്, കിടാവ് ഉള്ളതുകൊണ്ട് ചൊരുത്താതെ വെച്ചിരിക്കും. നിങ്ങൾക്ക് ഈ കറവ ചെയ്തിട്ടുള്ളവർക്കും പശു ഉള്ളവർക്കൊക്കെ അറിയാം. പശു പാല് താന്ന് പറഞ്ഞാൽ പശു പാല് തരില്ല. അവൻ കുറച്ച് പാല് അവൾ കുറച്ച് പാല് നമുക്ക് തരും. പക്ഷെ കറവക്കാരൻ കറക്കുമ്പോൾ ഉണ്ടല്ല, മുഴുവൻ പാലും തരില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? കറവക്കാരൻ ഒരു സൂത്രം കാണിച്ചിട്ടുണ്ട്. ഒരു കിടാവിനെ അവിടെ കൊണ്ടേ കെട്ടും മുമ്പിൽ. അപ്പോൾ ആ പശു ആയിരിക്കും കിടാവ് വന്ന് പാൽ കുടിക്കാൻ. അപ്പോൾ എല്ലാ പാലും കൊടുക്കും. എല്ലാം കൊടുക്കില്ല, എന്നാലും കുറച്ച് കൊടുക്കുകയുള്ളൂ. ഈ സായിപ്പ് ഒരു യന്ത്രം കണ്ടുപിടിച്ച്, പ്രോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പ്രോഡ് എന്ന് പറഞ്ഞ സാധനം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അകിടിൽ കൊണ്ടുപോയിട്ട് ആ പ്രോഡ് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞിട്ടില്ല, ബ്രർ ഷോക്ക് ഔട്ട് ചെല്ലും. എല്ലാം പാലെല്ലാം കൂടെ ഒറ്റയടിക്കാൻ കൂടെ താഴേക്ക് വരും. ഇതാണ് സായിപ്പിൻ്റെ തന്ത്രം. അതിപ്പോൾ ഭയങ്കര ഫേമസ് ആയി. ഇപ്പം നമ്മുടെ പലരും ഇപ്പോൾ പ്രോഡ് ഇവിടെ ഇന്ത്യയിലും കിട്ടുന്നുണ്ട്, ഇലക്ട്രിക് പ്രോഡ്. അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പാല് കിട്ടും. ഇല്ലാത്ത പാലൊക്കെ, പിടിച്ചു വച്ച പാലൊക്കെ ഡക്കേന്ന് പറഞ്ഞ് എല്ലാം കൂടെ തരും. ഈ ഇലക്ട്രിക് പ്രോഡ് നമ്മുടെ കയ്യിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇതാണ് കർത്താവ് നമ്മുടെ ദേഹത്തു നിന്നാണ്. അടുത്ത ആ വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് നല്ല പ്രവർത്തി ചാടിപ്പുറത്ത് വരാൻ വേണ്ടി ഒറ്റ കുച്ചു വെച്ച് കൊടുത്താൽ എല്ലാം കൂടെ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ എൻ്റെ കയ്യിലൊരു ദൈവികമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രോഡ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ വയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പ്രവൃത്തി വരും. 3 ശുശ്രൂഷയെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാ? 1, വർഷിപ്പ് ദ ലോർഡ്. 2-ാമത്തെ ശുശ്രൂഷ, ദൈവത്തിൻ്റെ വചനം എന്നെ, പരിശുദ്ധാത്മാവ് എന്നെ വായിക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കണം. ദ മിനിസ്ട്രി അൺ ടു മീ. 3-ാമത്തെ ശുശ്രൂഷ, എൻ്റെ സഹോദരന്മാരുടെ ഉള്ളിൽ നിന്ന് നല്ല പ്രവൃത്തി വരാൻ ഞാൻ ഉത്തരവാദി. ഒരു വചനം നമുക്ക് വായിക്കാം. എബ്രായർ 3:13. എബ്രായർ 3:13. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ എന്ത് പറ്റുന്ന അറിയോ? കഠിനപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹൃദയകാഠിന്യം വരുന്ന എപ്പോഴാണെന്നറിയാമോ? പാപം ഞാൻ ഉദാഹരണം പറയാം. ഈ പത്രത്തിൽ നമ്മൾ ഒരു സാധനം വായിക്കുകയാണ്, ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തി. ആദ്യം വായിക്കുമ്പോൾ എൻ്റെ പൊന്നു ഇത് എന്ത് സംഭവം. ഒരു പെണ്ണിനെ ഡൽഹിയിലെ ഒരു പെണ്ണിനെ പിടിച്ച് വലിച്ചു കയറി കുറേ ആണുങ്ങളെല്ലാം കൂടെ. തിന്മയുടെ ശക്തികളാണ്. നമ്മൾ ജീവിക്കുന്നത് തിന്മയുടെ ലോകത്തിലാണ്. എത്രയൊക്കെ അറിയാം? തിന്മയുടെ ലോകമാണ്. ഇവിടെ ഭരിക്കുന്നത് ആരാ? പിശാചാ. അതുകൊണ്ടാണ് ദൈവം അതിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിൽ കളങ്കപ്പെടാതിരിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുക. അപ്പം ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇതെന്ത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വായിച്ചാൽ എന്ത് പറ്റും? ഹൃദയകാഠിന്യം. എല്ലാ ദിവസവും എന്തൊരു ഇത് ഡെയിലി നടക്കണ കാര്യമല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു ആണും പെണ്ണും കൂടെ ഉമ്മ വയ്ക്കണം റോട്ടിൽ. പിന്നെ കണ്ടപ്പോൾ പിന്നെ
എല്ലാ ദിവസവും നടക്കണത്. ഇതാണ് ഈ പാപം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്. ഹൃദയ കാഠിന്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം പാപമല്ലാതെ തീരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കണ്ടാ, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം, അടുത്ത ആളുടെ കൈ പിടിച്ചേ, അന്യോന്യം എന്ത് ചെയ്യണം? പ്രബോധിച്ചുകൊള്ളുവിൻ. ഇത് കണ്ട, പാപത്താൽ ഞാനും നിങ്ങളും കഠിനപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. എടാ മോനെ, ഇത് ശരിയല്ല. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വിശുദ്ധിയിൽ പങ്കാളികളാണ്. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടിയുള്ളവരാണ്. നമ്മളുടെ ചിന്തകൾക്കെല്ലാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ അതേ മനസ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മനസ്സെന്നിൽ നിന്ന് ഉളവാകണം. ഹല്ലേലൂയ. 3 ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞു. 1, ആരാധന, ദൈവത്തോടുള്ള ശുശ്രൂഷ. 2, ദൈവത്തിൻ്റെ വചനം നമ്മോട്. അപ്പം നമ്മളതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ശുശ്രൂഷയത്. കർത്താവെ എനിക്ക് തെറ്റാണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ചിലതെല്ലാം ഏറ്റെടുക്കുകയും വേണം. ഒരു ശുശ്രൂഷയത്. 3-ാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക, അന്യോന്യം കരുതിക്കൊള്ളുക, അന്യോന്യം പ്രബോധിപ്പിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ 4-ാമത്തെ ശുശ്രൂഷ, 5-ാമത്തെ ശുശ്രൂഷ ഞാൻ പറഞ്ഞിട്ട് നിർത്തും. ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് പറയാൻ സമയം ഉണ്ടാവില്ല, പറഞ്ഞില്ല. 4-ാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഭാരമാണ്. നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. 5-ാമത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ. 5 ശുശ്രൂഷകളുണ്ട്, പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് 5 എണ്ണം. ദ സർവീസ് ഓഫ് ദ ലോർഡ്, കർത്താവിന് വേണ്ടി ദൗത്യം, ഒരു മിഷണറി ആയി തീരുക എന്നുള്ള 5-ാമത്തെ ശുശ്രൂഷ. അപ്പോൾ ഞാൻ അത് രണ്ടും പിന്നെ പറയാം. 3 എണ്ണം നിങ്ങൾ ഓർത്തോളം എന്തൊക്കെയാണ്. 1-ാമത്തത് ദൈവം, 2-ാമത്തത് ദൈവം നമ്മളോട് ചെയ്യാനുള്ള നമ്മളെ ഏറ്റുപറച്ചിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിനോട് ക്രമപ്പെടുന്ന ശുശ്രൂഷ. 3-ാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് അന്യോന്യം കരുതുവാനുള്ള ശുശ്രൂഷ. ഹല്ലേലൂയ. ഈ 3 എണ്ണം നിങ്ങൾ ഇന്ന് പഠിച്ചാൽ മതി. ആ 3 എണ്ണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ധ്യാനിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേക്കാം. കർത്താവെ, ഞങ്ങളുടെ സന്നദ്ധിയിൽ ഇന്ന് കേട്ടതനുസരിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് സമർപ്പിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ. ലോർഡ്, ഐ സറണ്ടർ മൈ സെൽഫ്, ഐ സബ്മിറ്റ് ടു യു, ഐ ഗിവ് മൈ സെൽഫ് ടു യു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. കേവലം കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഒരു കടത്ത് കഴിക്കുവാനല്ല ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായി തീരുവാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ കണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം. കർത്താവ് അതിന് ഞങ്ങളെ പ്രാപ്തി ഉള്ളവരാക്കി തീർത്തത് ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വേല ദൈവം ഞങ്ങളിലൂടെ ചെയ്യുവാനാണ്. കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കും. എല്ലാവരും കരം യേശുനാഥനായി നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചല്ലോ. നന്ദിയേകിടാം, സ്തോത്രം പാടിടാം, സ്വന്തം ജീവനെ നൽകിയ രക്ഷകന് സ്തുതി പാടിടാം. ഇത്രവൻ സ്നേഹമോത്തിടുമ്പോൾ എത്ര നാൾ മൗനമായിടും ഞാൻ. ഇത്രവൻ സ്നേഹമോത്തിടുമ്പോൾ എത്ര നാൾ മൗനമായിടും ഞാൻ. അതു പാടിടാം, ഓർത്തു പാടിടാം, അതു പാടിടാം, ഓർത്തു പാടിടാം. ക്രൂശിലെ ദൈവസ്നേഹം, ക്രൂശിലെ ശാപത്തിന്റെ ബന്ധനം നീക്കി സ്വർഗത്തിൽ അവകാശിയാക്കിയല്ലോ. ശാപത്തിൽ ബന്ധനം നീക്കി സ്വർഗത്തിൽ അവകാശിയാക്കിയല്ലോ. അതു പാടിടാം, ഓർത്തു പാടിടാം, അതു പാടിടാം, ഓർത്തു പാടിടാം. ക്രൂശിലെ ദൈവസ്നേഹം, ക്രൂശിലെ ഒരു കൂടി പാടിയ
പാപത്തിൻ കുഴിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ദൈവസുതരാക്കി. പാപത്തിൽ കുഴിയിൽ നിന്നു നമ്മെ രക്ഷിച്ചു ദൈവസുതരാക്കി. ആത്തുപാടിടാം ഓത്തുപാടിടാം ആത്തുപാടിടാം ഓത്തുപാടിടാം. ക്രൂശിലെ ദൈവസ്നേഹം ക്രൂശിലെ ദൈവസ്നേഹം സ്തുതി പാടിടാം. ഹല്ലേലൂയ. ഞങ്ങളുടെ സന്നദ്ധി ഞങ്ങൾ യേശു ഞങ്ങളുടെ രക്ഷകൻ നാഥൻ ഞങ്ങളെ ഏറ്റു പറഞ്ഞു. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം ഈ ദിവസങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടി ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവിന് ഫലപ്രദമായി തീരുവാൻ, ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും വഴിനടത്തുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയനെന്ന കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ കർത്താവേ, വേഗം വരണമേ. ആമേൻ.